സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. സൂറത്തുൽ ബഖറയിലെ 18-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. ഇവിടെ മണിക്കേണ്ട ചില സ്ഥലങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സുമ്മും ബുക്കും, അവിടെ തെൻവീന് ശേഷം ബാ വന്നു. അൽ ഖൽബ് എന്നാണ് ആ നിയമത്തിന്റെ പേര്. ബുക്മുൻ ഉമ്യുൻ, അവിടെ മണിക്കാൻ പാടില്ല. കാരണം തെൻവീന് ശേഷം ഐന് വന്നു. ഐന് ഇദ്ഹാറിന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. അഥവാ തെൻവീന്റെ ശബ്ദം മുമ്പ് പറഞ്ഞതുപോലെ സുക്കൂനുള്ള നൂനിന്റെ ശബ്ദമാണ്. ആ സുക്കൂൻ നൂന് ശബ്ദം വെളിവാക്കുകയും മണിക്കാതിരിക്കുകയും ചെയ്യണം. എന്നാൽ ഉമ്യൂഫഹും, അവിടെ തെൻവീന് ശേഷം ഫാ വന്നു. അവിടെ അൽ ഇഖ്ഫാഉ അൽ ഹഖീഖി എന്നാണ് പറയാറുള്ളത്. തെൻവീന്റെ ശബ്ദം അവ്യക്തമാക്കി, അഥവാ സുക്കൂനുള്ള നൂന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം. ഉമ്യൂഫഹും. അപ്പോൾ ഈ 3 നിയമങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫഹും എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ഹാഇന്റെ ശബ്ദം വ്യക്തമാക്കി ഓതണം. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 18-ാമത്തെ ആയത്താണ് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. സുമ്മുൻ ബുക്കുമുൻ ഉമ്യുൻ ഫഹും ലാ യർജിഊൻ എന്നതാണ് 18-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ: സുമ്മുൻ ബധിരന്മാർ, ബുക്കുമുൻ ഊമകൾ, ഉമ്യുൻ അന്ധന്മാർ, ഫഹും അതിനാൽ അവർ, ലാ യർജിഊൻ മടങ്ങുകയില്ല. ഇതാണ് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ. ഇതിന്റെ അർത്ഥം പൂർണ്ണമായും ബധിരരും ഊമകളും അന്ധന്മാരുമാകുന്നു അവർ, അതിനാൽ അവർ തിരിച്ചു വരികയില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ശരിയായ ഈമാനില്ലാത്ത, അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം അവഗണിച്ചു കളഞ്ഞ കപടവിശ്വാസികളെ കുറിച്ച് കഴിഞ്ഞ ആയത്തിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ കുറിച്ച് പറഞ്ഞു, അവരെ ഉപമിക്കാവുന്നത് ഒരാളോടാകുന്നു. അയാൾ തീ കത്തിച്ചു, പരിസരമാകെ വെളിച്ചമായപ്പോൾ അള്ളാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളയുകയും ഒന്നും കാണാനാവാതെ അന്ധകാരങ്ങളിൽ അവരെ വിട്ടേക്കുകയും ചെയ്തു എന്ന്. ഇത് 17-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഇക്കാര്യം പറഞ്ഞതിന് ശേഷം അവരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ്, അവർ ബധിരരും ഊമകളും അന്ധന്മാരുമാണ്, അതിനാൽ അവർ സത്യത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന്. ഈ ആയത്തുകളെക്കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളിൽ നിന്നും റിവായത്ത് ചെയ്ത വിശദീകരണം ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്തിന്റെ താല്പര്യം എന്താണ് എന്ന് അവർ വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വന്ന അവസരത്തിൽ ചില ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. പിന്നീട് അവർ കപടവിശ്വാസികളായി മാറി. അവരുടെ ഉപമ ഒരു മനുഷ്യന്റേത് പോലെയായിത്തീർന്നു. അയാൾ ഇരുട്ടിലായിരുന്നു ആ മനുഷ്യൻ. അതിനാൽ അയാൾ ഒരു തീ കത്തിച്ചു. അയാളുടെ ചുറ്റുപാടിലുമുള്ള കുണ്ടുകുഴികളിലും ഉപദ്രവ വസ്തുക്കളിലും ആ തീ വെളിച്ചം പരത്തി. അയാൾക്ക് അതെല്ലാം ആ സമയത്ത് കൃത്യമായി കാണുവാൻ കഴിയുന്ന അവസ്ഥയുണ്ടായി. അയാൾ സൂക്ഷിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് ആ വെളിച്ചമുള്ള സമയത്ത് അയാൾക്ക് കൃത്യമായി കൊണ്ടറിയുവാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ കൈവശമുള്ള ആ തീ കെട്ടുപോവുകയാണ്. പിന്നീട് അയാൾ സൂക്ഷിക്കേണ്ട ഉപദ്രവ വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി അയാൾക്ക് കഴിഞ്ഞില്ല. ഇപ്രകാരമാണ് ഒരു കപടവിശ്വാസിയുടെ അവസ്ഥ. അവൻ ആദ്യം ശിർക്കാകുന്ന, അതായത് ബഹുദൈവ ആരാധനയുടെ ഇരുട്ടിലായിരുന്നു. പിന്നീടാണ് അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. അതിനുശേഷം അയാൾക്ക് ഹലാലും ഹറാമും, അതായത് തന്റെ ജീവിതത്തിൽ പാടുള്ളതും പാടില്ലാത്തതും എന്തൊക്കെയാണ് എന്നും നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നും അവൻ വ്യക്തമായി തിരിച്ചറിയുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ്
വീണ്ടും അവൻ കപടവിശ്വാസം മൂലം അവിശ്വാസിയായി മാറുന്നത്. അതോടെ ഹറാമിൽ നിന്നും ഹലാലും ചീത്ത കാര്യങ്ങളിൽ നിന്ന് നല്ല കാര്യങ്ങളും അവൻ അറിയാതെ ആയിത്തീർന്നു. അങ്ങനെ അവർ ആ കപടവിശ്വാസികൾ ഇനി ഇസ്ലാമിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത വിധത്തിൽ ബധിരന്മാരും ഊമകളും അന്ധന്മാരുമായി മാറി എന്നാണ്. ഇതാണ് സഹോദരങ്ങളെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളിൽ ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് ആ സ്വഹാബികൾ നമ്മെ പഠിപ്പിച്ച വിശദീകരണം. ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സുമ്മുൻ ബുക്കുമുൻ ഉമിയുൻ എന്ന് പറഞ്ഞ, അതായത് ബധിരരും ഊമകളും അന്ധന്മാരുമാകുന്നു അവർ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞതായി ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. യഖൂലു, അദ്ദേഹം പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ ഈ ഭാഗം വിശദീകരിച്ച് പറയുകയാണ്. എന്താണത്? സുമ്മുൻ ബുക്മുൻ ഉംയുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ യസ്മഊനൽ ഹുദാ വലാ യുബ്സിറൂനഹു വലാ യഖിലൂനഹു. അദ്ദേഹം പറയുകയാണ്, ലാ യസ്മഊനൽ ഹുദാ, അവർ ആ സന്മാർഗം കേൾക്കുകയില്ല, വലാ യുബ്സിറൂനഹു, അവർ അത് കാണുകയില്ല, വലാ യഖിലൂനഹു, അവർ അത് ചിന്തിക്കുകയുമില്ല എന്ന്. ആ സഹോദരങ്ങളെ, ഇവിടെ കപടവിശ്വാസികളെ സംബന്ധിച്ച് വളരെ കൃത്യമായി കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. അവർ ആ സന്മാർഗത്തെക്കുറിച്ച് കേൾക്കുവാൻ തയ്യാറാകാത്ത, അത് കാണുവാൻ തയ്യാറാകാത്ത, അത് ചിന്തിക്കുവാൻ തയ്യാറാകാത്ത ആളുകളാണ് എന്ന്. അതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, അതിന്റെ താല്പര്യമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, കപടവിശ്വാസികളെ സംബന്ധിച്ച് ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ല പറഞ്ഞ ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമാവുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സിഫാത്തുൽ മുനാഫിഖീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, കപടവിശ്വാസികൾ അവരുടെ ഹൃദയം അത് ഒരു തരം ഗ്രാഹ്യത നഷ്ടപ്പെട്ട ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സത്യവിശ്വാസത്തിലേക്കുള്ള ഇസ്ലാമിന്റെ ക്ഷണം അത് കേൾക്കാൻ അത്തരം ആളുകൾക്ക് സാധിക്കുകയില്ല. അവരുടെ കണ്ണുകളുടെ ആത്മീയ ദൃഷ്ടി അന്ധതയുടെ ആവരണം കൊണ്ട് മറക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ സത്യതയെ കാണുവാൻ അവർക്ക് സാധിക്കുകയില്ല. സത്യത്തോട് അവരുടെ നാവുകൾ നിശബ്ദമാണ്. അതുകൊണ്ട് അവർക്ക് ആ സത്യം ഉരുവിടുവാൻ വേണ്ടി കഴിയാറില്ല. എന്നിട്ട് അദ്ദേഹം ഖുർആനിലെ ഈ ആയത്ത് തെളിവ് പിടിക്കുകയാണ്, സുമ്മുൻ ബുക്കുമുൻ ഉംയും ഫഹും ലാ യർജിഊൻ. അതെ, ബധിരരും ഊമകളും അന്ധന്മാരുമാകുന്നു അവർ, അതിനാൽ അവർ തിരിച്ചു വരികയില്ല എന്ന്. സഹോദരങ്ങളെ, ഇരുട്ടിലായ ഒരു മനുഷ്യനെ സംബന്ധിച്ച്, അതായത് അന്ധകാരത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് മാർഗദർശനം കടന്നുവരുന്ന പ്രധാനപ്പെട്ട 3 വഴികളാണ് ഹൃദയവും കണ്ണും ചെവിയും. ചെവികൾ കൊണ്ടാണ് ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത്, കണ്ണുകൾ കൊണ്ടാണ് ഒരു മനുഷ്യന് കാണാൻ കഴിയുന്നത്. ഈ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഗ്രഹിക്കുവാൻ കഴിയുന്നത് അത് ഹൃദയം കൊണ്ടാണ്. എന്നാൽ കപടവിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിന് ഗ്രാഹ്യശക്തിയില്ല, അവർക്ക് ശരിയായ കാഴ്ചയില്ല, അവർക്ക് കേൾക്കാൻ കഴിയുന്ന അവസ്ഥയില്ല. അവർ ബധിരരും ഊമകളും അന്ധന്മാരുമാണ്. സഹോദരങ്ങളെ, കേൾവിയും ധിഷണയുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ലഭിക്കുന്ന അറിവിന്റെ അടിസ്ഥാന ശിലകളിൽ പ്രധാനപ്പെട്ട കാര്യം. ഇതിലൂടെയാണ് ഒരാൾക്ക് അറിവ് നേടുവാനും ഗ്രഹിക്കുവാനും വേണ്ടി കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, നരകത്തിൽ പ്രവേശിച്ച ആളുകൾ, അവർ ആ നരകത്തിന് അർഹരാകാൻ കാരണമെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം വളരെ കൃത്യമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. സൂറത്ത് അഅ്റാഫിലെ 179-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേരെ നാം നരകത്തിനു വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ച് അവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ച് അവർ കണ്ടറിയുകയില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ച് അവർ കേട്ടു മനസ്സിലാക്കുകയില്ല എന്ന്. ആരാ സഹോദരങ്ങളെ ഇത് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും നരകത്തിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ആളുകൾ, പക്ഷേ അവരുടെ മനസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഗ്രഹിക്കുന്നില്ല, അവരുടെ കണ്ണുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ അത് അറിയുന്നില്ല, അവർ കാതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുകയാണ്. നരകത്തിന്റെ ആളുകൾ അവർ അല്ലാഹു നൽകിയ ദിഷ്ണയും കേൾവിയും കാഴ്ചയും ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി തയ്യാറായില്ല എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.
ഇത് അള്ളാഹുവാണ് നമ്മളോട് പറയുന്നത് സഹോദരങ്ങളെ. എങ്കിൽ നാളെ പരലോകത്ത് വെച്ച് നരകത്തിലേക്ക് ആപതിക്കുന്ന ആളുകളുണ്ട്. അവർ തന്നെ ഇക്കാര്യം പറയുന്നത് അള്ളാഹു സൂറത്തുൽ മുൽക്കിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. കുല്ലമാ ഉൽകിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. അതിൽ ആ നരകത്തിൽ ഓരോ സംഘവും എറിയപ്പെടുമ്പോഴും അതിന്റെ കാവൽക്കാർ, ആ നരകത്തിന്റെ കാവൽക്കാർ ആ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ആളുകളോട് ചോദിക്കും. എന്താ ചോദിക്കുന്നത്? അലം യഅതികും നദീർ, നിങ്ങളുടെ അടുത്തൊരു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുമെന്ന. ആ സമയം ഖാലു, അവർ മറുപടി പറയും, ബലാ ഖദ് ജാഅനാ നദീറും ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അതെ, അവരെന്താ പറയാ? അവർ പറയും, അതെ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു, അപ്പോൾ ഞങ്ങൾ നിഷേധിച്ച് തള്ളുകയും അള്ളാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നാണ്. നിങ്ങൾ വലിയ വഴികേടിൽ തന്നെയാകുന്നു എന്ന് ഞങ്ങൾ പറയുകയാണ് ചെയ്തത് എന്ന് ആ താക്കീതുകാരോട് അവർ പറയും. നിങ്ങൾ വഴികേടിലാണ് എന്ന് അവർ പറയും. അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഇറക്കിയത് അതിനെ നിഷേധിച്ച് തള്ളി എന്നാണ്. എന്നിട്ടോ അവർ പരലോകത്ത് വെച്ച് പറയുന്നത് എന്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. സൂറത്തുൽ മുൽക്കിലെ 10-ാമത്തെ ആയത്തിൽ ശേഷം നമുക്ക് കാണാം, വഖാലു, അവർ പറയും, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. അവർ പറയും, ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്ന് അവർ പറയുമെന്നാണ് സഹോദരങ്ങളെ. വേണ്ടപ്പെട്ട കാര്യങ്ങൾ അത് കേട്ട് മനസ്സിലാക്കുകയോ യാഥാർത്ഥ്യങ്ങൾ വായ തുറന്ന് സംസാരിക്കുകയോ കണ്ണുകൊണ്ട് നോക്കിക്കാണുകയോ ചെയ്യാത്ത ഈ കപടവിശ്വാസികൾ അവർ ബധിരരും ഊമകളും അന്ധന്മാരുമാകുന്നു എന്ന് പറഞ്ഞത് എന്തുകൊണ്ടും പ്രസക്തമാണ് എന്ന് ഈ വിശദീകരണത്തിൽ നിന്ന് സഹോദരങ്ങളെ നമുക്ക് ബോധ്യമാകും. സൂറത്തുൽ ഹജ്ജിലെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഇവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ? എങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഹൃദയങ്ങളോ കേട്ടറിയാനുതകുന്ന കാതുകളോ അവർക്കുണ്ടാകുമായിരുന്നു. തീർച്ചയായും കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, പക്ഷേ നെഞ്ചുകളിലുള്ള ഹൃദയങ്ങളെയാണ് അന്ധത ബാധിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അതേ സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞതുപോലെ ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ച മനസ്സുകളിൽ ഒരു തരം രോഗമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞ ഈ കപടവിശ്വാസികൾ അവർ അല്ലാഹു കനിഞ്ഞു നൽകിയ കേൾവിയെയോ കാഴ്ചയെയോ ഗ്രാഹ്യശക്തിയെയോ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കാത്ത ആളുകളാണ്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് ഫഹും ലാ യർജിഊൻ, അതിനാൽ അവർ തിരിച്ചു വരികയില്ല എന്ന്. അതായത് ഈ രൂപത്തിൽ കാഴ്ചയെയും കേൾവിയെയും ഗ്രാഹ്യശക്തിയെയും ഒന്നും ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അവർ സത്യത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. സഹോദരങ്ങളെ, ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ് ഇത്. അല്ലാഹുവിൽ നിന്നുള്ള ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തയ്യാറാകാതെ, അത് കേട്ട ഭാവം നടിക്കാതെ, ആ രൂപത്തിലേക്ക് കേൾവി കൊടുക്കാതെ, കാഴ്ചയോ നമ്മൾ അതിലേക്കൊന്ന് നോക്കാതെ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ ഫഹും ലാ യർജിഊൻ, അതിനാൽ അവർ തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞത് അത് ഒരു പക്ഷേ നമ്മോടായിരിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന പരിഗണന നമ്മൾ പരിശുദ്ധ ഖുർആനിനോടും ഹദീസുകളോടും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇത് കപടവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് എങ്കിൽ ആ കപടവിശ്വാസികളിലുള്ള കാപട്യം അത് നമ്മളിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന് ആത്മാർത്ഥമായി കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കപടവിശ്വാസികളെ സംബന്ധിച്ച് അവർ സത്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ്, ഇസ്ലാമിന്റെ വെളിച്ചം നേരിട്ടറിഞ്ഞവരാണ്. എന്നാൽ അത് സ്വീകരിക്കാൻ അവർ സ്വയം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അടിവരയിട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൽ നിന്നുള്ള ആ വെളിച്ചം ആ കപടവിശ്വാസികൾക്ക് നഷ്ടമായി പോവുകയാണ് സഹോദരങ്ങൾ ചെയ്തത്. എങ്ങനെ? കപടവിശ്വാസികൾക്ക് ആ വെളിച്ചം കിട്ടിയിട്ട് അവർ അത് കാണുവാനോ കേൾക്കുവാനോ ഗ്രഹിക്കുവാനോ തയ്യാറാകാത്തത് കൊണ്ട് അതവർക്ക് നഷ്ടമായി പോവുകയാണ് ചെയ്തത്. അള്ളാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളയുകയും ഒന്നും കാണാനാവാതെ അന്ധകാരങ്ങളിൽ അവരെ വിട്ടേക്കുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചതാണ്. അവരിനി ആ സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്ന അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അതാണ് സഹോദരങ്ങളെ ഈ 18-ാമത്തെ ആയത്തിന്റെ ആശയമായിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.